അഴിമതി നിറഞ്ഞ വ്യവസ്ഥിതിക്ക് ഒരു പേടി സ്വപ്നവും സാധാരണക്കാരന് തണലുമായൊരു പ്രഭാവമുണ്ട് നമുക്കിടയിൽ. തെറ്റുകളോട് വിട്ടുവീഴ്ച ചെയ്യാത്ത, അധികാരത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത, നിയമം നടപ്പിലാക്കാൻ ഒരു നിമിഷം പോലും മടിക്കാത്ത ധീരനായ ഒരു IAS ഓഫീസർ. അതാണ് തുക്കാറാം മുണ്ടെ. നിലവിൽ മഹാരാഷ്ട്രയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കമ്മീഷണറായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം തന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തന ശൈലി കൊണ്ട് മാഫിയകളുടെ ഉറക്കം കെടുത്തുകയാണ്. കേവലം ഫയലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഭരണരീതിയെ മാറ്റി നിർത്തി ആക്ഷൻ ഹീറോയെ പോലെയാണ് അദ്ദേഹം കളത്തിലിറങ്ങിയിരിക്കുന്നത്. അടുത്തിടെ അദ്ദേഹം നടത്തിയ മിന്നൽ പരിശോധനകളും റെയ്ഡുകളും നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. 1000-ലധികം വൻകിട പരിശോധനകൾ, 50 കോടിയോളം രൂപയുടെ വ്യാജ അപകടകരമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത്. വ്യാജ ഗുട്ക മാഫിയകൾ, വിഷപ്പാൽ വിൽപ്പനക്കാർ, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ച പ്രമുഖ ഹോട്ടലുകൾ, അന്താരാഷ്ട്ര ബ്രാൻഡുകളായ ഡോമിനോസ് പിസ ഔട്ട്ലെറ്റുകൾ വരെ ജനങ്ങളുടെ ആരോഗ്യം വെച്ച് കളിക്കുന്ന ഏതൊരു കൊമ്പനായാലും അവരുടെ ലൈസൻസ് റദ്ദാക്കി പൂട്ടിക്കെട്ടുകയാണ് മുണ്ടെ എന്ന ഈ ഒറ്റയാൾ പോരാളി. 2 പതിറ്റാണ്ടിലേറെ നീണ്ട ഔദ്യോഗിക ജീവിതത്തിനിടയിൽ 25 തവണയാണ് അധികാരികൾ അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത്. അദ്ദേഹത്തെ തളർത്താമെന്ന് കരുതി സ്ഥലം മാറ്റിയവർ ഒരു കാര്യം മറന്നുപോയി. അദ്ദേഹത്തിന്റെ ഓഫീസും കസേരയും മാറ്റാൻ ഭരണകൂടങ്ങൾക്ക് സാധിച്ചേക്കാം, എന്നാൽ അദ്ദേഹത്തിന്റെ നിവർന്നു നിൽക്കുന്ന നട്ടെല്ല് വളയ്ക്കാൻ ആർക്കും കഴിയില്ല. ഓരോ സ്ഥലം മാറ്റത്തെയും ജനസേവനത്തിനുള്ള പുതിയ അവസരമാക്കി മാറ്റിയ തുക്കാറാം മുണ്ടെ തെളിയിക്കുന്നത് ഒന്നേ ഒന്ന് മാത്രം: സത്യസന്ധതയും ധൈര്യവുമുള്ള ഒരു ഓഫീസർ വിചാരിച്ചാൽ ഈ വ്യവസ്ഥിതിയെ മുഴുവൻ നേർവഴിക്ക് നയിക്കാൻ സാധിക്കും.